ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് അധികം ഓയിലിൻ്റെയും നെയ്യിൻ്റെയും ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചിക്കൻ ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന്. കുരുമുളക് പൊടി വേണ്ടവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1/4 കപ്പ് തൈര്. നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. 1/4 കപ്പ് വീതം എടുക്കുന്നുണ്ട് ഞാൻ മല്ലിയിലയും പുതിനയിലയും. ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അത് ചേർത്ത് കൊടുക്കാം. 1/2 മുറി നാരങ്ങയുടെ നീര്. 2 ടേബിൾ സ്പൂൺ ഓയിൽ. സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മസാലയെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിക്കണം. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വെക്കാം. ഇനി ചോറിന് വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 മണി കുരുമുളക്, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബസുമതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മണിക്കൂറിന് മുന്നേ തന്നെ കഴുകി നല്ലതുപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസാണ്. 1/2 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം. ഇനി ഇതൊന്ന് 50% വേവായാൽ മതി. പകുതി വേവേ ആകാവുള്ളൂ. ആകുമ്പോൾ ഇങ്ങനെ കോരിയെടുക്കണം. അരി കടിക്കാൻ പാടില്ല. അതിൽ ആ ഒരു പാകത്തിന് വേവായി കഴിയുമ്പം ഇത് കോരി മാറ്റണം. ഇനി നേരത്തെ മസാല ആക്കി വെച്ചിരുന്ന ചിക്കൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ചോറ് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. അതിൻ്റെ മുകളിലേക്കാണ് ഈ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കിലോ റൈസേ ഉള്ളൂ. ഒറ്റ ലെയറായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തേക്കുന്ന സവാള, കാഷ്യൂ നട്ട്സ്, റേസിൻസ്, ഇനി ബാക്കി ചോറും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ നെയ്യേ കാണുകയുള്ളൂ. ഇനി റോസ് വാട്ടറിനകത്ത് കുങ്കുമപ്പൂവ് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കാഷ്യൂ നട്ട്സും റൈസിൻസും സവാള ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ ഒരു 6 സവാള മതി ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി ഇത് അടച്ച് വെക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇനി അത് കഴിയുമ്പം 10 മിനിറ്റ് കഴിയുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിക്കനും വേവും ചോറ് നന്നായിട്ട് വെന്ത് ബിരിയാണി റെഡിയായി കിട്ടും. ഇപ്പോൾ ഞാൻ 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ബിരിയാണി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
വളരെ എളുപ്പത്തിൽ അധികം എണ്ണയും ഓയിലും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. ചിക്കൻ നല്ലതായിട്ട് വെന്ത് അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.